നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് സ്റ്റഡി ടേബിൾ ക്ലീനാക്കാൻ വേണ്ടി പോകുന്നത് ആണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഇത് ഫുള്ള് അഴുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഈ കബോർഡ് ഷെൽഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ പെണ്ണെടുത്ത് കുറച്ചൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ ഷാർപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് വഴി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ അഴുക്കുണ്ട്. അതൊക്കെ തൂത്ത് വൃത്തിയാക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഇതിനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇടുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇതിലിട്ടു. ഇത് ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് കളറ് വരാതെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊരു ഡബ്ബറാണ്. ഡബ്ബർ ഞാൻ ഇവിടെ ഇട്ടേക്കും. പിന്നീട് കളറ് ഷാർപ്പ് ഇല്ലാത്ത കുറച്ചോ കളേഴ്സ് അതൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. തീരെ ഷാർപ്പില്ലാത്തതാണ് കടയാണ് എടുക്കുന്നത്. ഇനി പെന്നാണ് നമ്മൾക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുന്നുള്ളൂ. പെന്ന്, പെൻസില്, ഇത് രണ്ടും മാത്രമാണ് ഞാൻ അങ്ങനെ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഇനി ഷാർപ്പ് ചെയ്ത് കാണിച്ചു. 5 കളർ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ 5 നല്ല ഷാർപ്പാക്കി ഇതുപോലെ തന്നെ കൊണ്ട് ഇട്ട് വെച്ചു. ഇനി നമുക്കിനി ഇത് ഓർഗനൈസർ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാണ് സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോള് തന്നെ ഞാൻ ക്രോഷ്യ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐ ആം വെരി പ്രൗഡ് മീ. പിന്നെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് ഉണ്ട്. കുറച്ച് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഞാൻ എടുത്തു കാരണം എനിക്ക് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് മുകളിലുണ്ടായത്. അതൊക്കെ ഒന്ന് പോയിപ്പിച്ചൊന്ന് തൂത്ത് കേട്ടോ. ഇത് ഉള്ളിൽ പോയാൽ കവാലി സ്റ്റിക്കേഴ്സാണ് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് അല്ല, അതിൻ്റെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഞാൻ. കുറേ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ട്. ഞാൻ കാണാൻ ഇതിനുള്ളിലുള്ളതാണ്. ഇതെൻ്റെ കസിൻ്റെ പണിയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് വെക്കുന്നതിനുള്ളിൽ. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് അതിനകത്ത് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. ഈ സെക്കൻഡിൽ വരുന്നുള്ളത് ഡബിൾ സൈഡ് ടാപ്പാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഫേവിസ്റ്റിക്ക് തോന്നി ഇത് കളയാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഇതെനിക്ക് അത്ര യൂസ്ഫുൾ ഇല്ല കേട്ടോ. അപ്പോൾ അതും ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ പിന്നാണ്. പിന്ന് മീൻസ് മറ്റേ നമ്മളെ ഇതിൻ്റെ പിന്നാണ്. അപ്പോൾ സ്റ്റാപ്ലെയറിൻ്റെ പിന്നാണ്. അതാണ്. അപ്പോൾ അത് എനിക്ക് അത്ര ആവശ്യം അങ്ങോട്ട് ഇല്ല. ഡബിൾ സൈഡ് ടാപ്പ് കുറച്ചൊക്കെ ആവശ്യമുണ്ട്. പിന്നീട് ഇതിൽ വേറെ ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ഇതും പിന്നെ ആ ഡബിൾ സൈഡ് ടാപ്പും ഇതിന്മേൽ ഇട്ട് വെക്കാം. ഇതാണ് റിയൽ ഡബിൾ സൈഡ് ടാപ്പ്. അപ്പോൾ അത് ഞാനിതിലിട്ട് വെക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കള്ളി. മൂന്നാമത്തെ കള്ളിയിലൊരു സ്ട്രീസർ, പശ, ഡബ്ബർ, സ്കട്ടർ, ഡബ്ബർ, പാറ്റേൺ പേപ്പർ, പിന്നെ ഒരു സ്റ്റിക്കർ കെട്ട് ഒട്ടിച്ച് എങ്ങനെയാക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇത് വേണ്ട ശേഷം ഇതെനിക്ക് വേണ്ടതാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് വേണ്ടത് തന്നെയാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അതേമാതിരി വെച്ചു. ആവശ്യമില്ലാത്തത് ഈ ഒരു തൊപ്പിനുള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് അപ്പോൾ അത്ര കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ അടിയിൽ വന്നിട്ടുണ്ട്. അടിയിൽ എൻ്റെ വലിയ ഡ്രവറാണുള്ളത്. എൻ്റെ ഡ്രവർ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തെറ്റിലൂടെയാണ് എൻ്റെ വർക്ക് ഐറ്റംസ് ഒക്കെ. അപ്പോൾ നമുക്ക് അത് ഓർഗനൈസ് ചെയ്യാം. അത് തന്നെ വരുന്നത് ബുക്കാണ്. അപ്പോൾ ബുക്ക് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ദിസ് മൈ ജേർണൽ ബുക്ക്.
ഓക്കെ, ഇത് അത്രയ്ക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഈ ഒരു ബുദ്ധി ഒന്ന് കുതിർന്നത്. പിന്നെ എൻ്റെ ക്രോഷയുടേതാണിത്. ക്രോഷേ അറിയാം എല്ലാവർക്കും, ക്രോഷ ചെയ്യാറുണ്ട്. എടുക്കാണ് പല ക്രോഷ. പിന്നെ ഒരു സ്ക്വിഷി ഉണ്ട് കേട്ടോ, സ്ക്വിഷി ഇവിടെ വെക്കാനുള്ളതാണ്. പിന്നെ ഞാനിത് കാണിച്ചിട്ട് ഇത്രയും സ്റ്റിക്കർ ബുക്കാണ് കുറുമിൻ്റെത് വൈമരുടെ നമ്മളത് സാൻഡ്രോ ടീമിൻ്റെത്. ഇത് പിന്നെ സ്കൂളിൽ കൊണ്ടുള്ള ബുക്കാണ്. ഇതിന് ജേർണൽ ബുക്ക് തന്നെയാണ്, തീർന്ന ബുക്കാണ് ഇത്. പിന്നെ എൻ്റെ പണ്ട് ജേർണൽ ബുക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഞാൻ ഈ ഒരു എൻ്റെ അപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസത്തിൽ ഇതാണ്. ഇത് ഞാൻ പിന്നെ ഓർഗനൈസേഷൻ പോകുന്നില്ല, ഇത് ഒരു ബോക്സാണുള്ളത് കേട്ടോ. പിന്നീടുള്ളത് പരീക്ഷാ പേപ്പറാണ്. എൻ്റെ മാത്സിലാണ് 10-8 മാർക്കാണ്, 2 തെറ്റി കേട്ടോ. തെറ്റി. പിന്നീടൊരു നൂലുണ്ട്, ക്രോഷയുടെ നൂലാണിത് വെക്കുന്നത്. പിന്നെ വാഷി ടാപ്പാണ്. ഇത് ഞാൻ പിന്നെ ഓർഗനൈസൊക്കെ ആയിട്ട് പോകുന്നില്ല. എൻ്റെ പുതിയ കളക്ഷൻസുമൊക്കെ പറഞ്ഞത് കവായാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗൈസ് എന്താണെന്ന് അറിയോ, ഞാൻ പിന്നെ മൗലവിൽ പോയിട്ടാണ്. നമുക്ക് അവിടെ കുറേ നിയമങ്ങളുണ്ട്, ഞാൻ അത് വാങ്ങിച്ചില്ല കേട്ടോ. അതിന് പകരം ആ സ്റ്റിക്കർ ബുക്ക് മേടിച്ചു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. പക്ഷേ ഇപ്പോൾ ഉണ്ട് കുറച്ചൊക്കെ. ഇപ്പം ഇതിലൊന്നുണ്ട്, 6 ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലിട്ടേക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ എടുത്തു. ഇനിയുള്ളത് കവാലി സ്റ്റിക്കേഴ്സൊക്കെയാണ് ഇതിനകത്ത്. ആദ്യം തന്നെ കാണിക്കാൻ 5 രൂപയുടേതാണ്. അത് ഞാൻ ഇത്ര ഉണ്ട്, എൻ്റെ പൈസ തന്നെ അയച്ചതാണ്. ഇത്രയുണ്ട്. പിന്നീട് എനിക്ക് മുമ്പ് ഗിഫ്റ്റ് ചെയ്ത കവാലി സ്റ്റിക്കേഴ്സാണ്. ഈ ഒരു സ്പേസ് ടീമിൻ്റെ അത്രയുണ്ട്. അപ്പോൾ അത് അത്രയുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാം പാഡ് പറയുന്ന എക്സാമാണ്. അപ്പോൾ അതിനുള്ള പാഡ് അപ്പോൾ ഇനി ഈ ഡ്രവറിൽ വന്ന് നമുക്ക് ലാസ്റ്റ് വെക്കാമെന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ വെക്കാം. അപ്പോൾ വെക്കുന്നത് ഇടയ്ക്ക് വെക്കി. അത് തന്നെ എക്സാം പാഡ് വെക്കുന്നുണ്ട്. ഈ ഒരു മൂലത്തോടെ എക്സാം പാഡ് കിട്ടിയിട്ട് പിന്നീട് സ്റ്റിക്കേഴ്സാണുള്ളത്. സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടായപ്പോൾ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ അത്ര ജാഗ നമുക്ക് അത്ര കിട്ടും. പിന്നെ വാഷി ടാപ്സിൻ്റെതാണ്. വാഷി ടാപ്പ് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ഇതിൻ്റെ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടുണ്ട്, അപ്പോൾ തന്നെ വെക്കുന്നുണ്ട്. ഇത് എക്സാം പേപ്പറാണ്, അത് ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് അടിയിലെ ഡ്രവർ കൊണ്ട് അതൊന്ന് ഒറ്റയ്ക്ക് എടുക്കണ്ട, നമുക്കത് അടുത്ത് പോകാം. ഷോ. അപ്പോൾ ഫ്രീഡ്സ് ഇതാണ് ഡ്രവർ. ഇത് ഫുള്ളി ഇന്ന സൈഡ് ഐറ്റംസ് ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീനൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് മുലയുടെ കവർ, എൻവലപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നീടൊരു ബാഗ്, അത് ഞാൻ നോക്കാറില്ല. പിന്നെ എൻ്റെ പുസ്തകങ്ങളാണ്. പിന്നെ ജേർണലിൻ്റെ ഡയറി ഉണ്ട്. എന്താ ഇതൊക്കെയോ ഇട്ടിട്ട് ഇവിടെ ഫുൾ അതേപോലെ ഇരിക്കാണ് ഗായ്സ്. ഈ നമ്മൾ ഇവിടെയാണ് ഷെൽഫ് എന്ന് പറഞ്ഞത്. ഈ ഡ്രവറൊക്കെ നമുക്ക് അടുക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഐറ്റംസ് വെക്കാം. അപ്പോൾ ഫയൽ ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ. ഇതും ഞാനിവിടെ വെക്കും. സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റിക്കറാണിത്. ഞാൻ തൊടാനേ പോയിട്ടില്ല കേട്ടോ ഗൈസ്, തീരാൻ വേണ്ടി കാണിക്കാണ് എല്ലാം. പിന്നീട് ബാഗുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് വെക്കാനാണ്. പിന്നെ ഇത് എനിക്ക് ആവശ്യമില്ലാത്തതാണ്, എന്തായാലും ഇവിടെ വെക്കുന്നുണ്ട്. എനിക്കൊരു ഇഷ്ടമാണ് ഇങ്ങനെ ഓർഗനൈസ് വെക്കാൻ. ഇനി പിന്നെ അടിയിൽ അങ്ങോട്ട് വന്നിട്ടല്ലേ, ഇത് പിന്നെ ആവശ്യമുള്ളതാണ്. ഇനി മറ്റേ വേണ്ടി എടുത്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി എടുത്ത് വയ്ക്കാം. എനിക്കിത് ഓർഗനൈസ് ചെയ്യാൻ എടുത്ത് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നല്ല, എപ്പോഴും മൂഡ് വരും അപ്പോഴൊക്കെ ഞാൻ ചെയ്യും. ഇത് പിന്നെ
അങ്ങനെ ശീലിച്ചോളെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇതൊരു എൻവലപ്പ് ഇവിടെ വെക്കണം. ഇത് ജേണൽ ബുക്ക് തീർന്നോട്ടെ ഗൈസ്. ഇത് പിന്നെ ജേണൽ ബുക്കാണ്. ഇതിനെ കാണിച്ചു തരാം. ഞാൻ ചെയ്തത് അത്ര ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. ജേണൽ ബുക്ക് ലാസ്റ്റ് പേജിലാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതോട്ട് മൂന്നിൽ വയ്ക്കുന്നത് നമുക്കിവിടെ കുറച്ചൊന്ന് ഓർഗനൈസ് ആക്കാം. അപ്പോൾ ഈ ഒരു കൃഷിയാണല്ലോ, അതിവിടെ ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് എപ്പോഴും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി തന്നെയാണ് കൂണൊക്കെ. അത് ഞാൻ ഇവിടെ വെക്കും. കുറോമി അതിവിടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കായിട്ടുള്ളൂ. ഇനി ഞാൻ ഇവിടെ വെക്കുന്നതാണ് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് ഒക്കെ ആദ്യം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചു. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് കൊണ്ട് കുറേണ്ടത് ഇതൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയ്ക്ക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് ഞാൻ മേടിച്ചതൊന്നല്ല, സിക്കാന്നൊക്കെ ഇത് മതിയെന്ന് പറഞ്ഞു. മലയാളം നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തു. ഇവിടെ ഫുൾ കഴിക്കാണ്. നമുക്കിതൊക്കെ ഒന്ന് തോത്ത് വരണം. അപ്പോൾ നമുക്ക് അതിന് പോകാം. നമുക്ക് ഷൂ അല്ലാതെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൂക്കാണ്. പിന്നെ അതൊക്കെ തോർത്തണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കാണ്. അപ്പോൾ ഇനി അടിയിൽ വരാം. ഇനി ഇവിടെ തൂക്കാണ്. അപ്പോൾ പിന്നെ കണ്ടതൊക്കെ ഇവിടെ ഫുൾ പെണ്ണിലിട്ട് വരച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇവിടെ ഫുള്ള് ജേണലാക്കുന്നുണ്ടല്ലോ ഗൈസ്. പശ ഇട്ട് വയ്ക്കാറുണ്ട് ഇതിലേക്ക്. അങ്ങനെ കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് പശയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് വൃത്തിക്കേട് പോലെ തന്നെയാണ്. അപ്പോൾ അതങ്ങോട്ട് പോകുന്നുണ്ടല്ല. നമുക്കിതിന് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ടേബിളിൽ ഫുള്ള് കച്ചറ കഴിച്ച് വയ്ക്കാം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഇവിടെ ഫുള്ള് ഞാൻ സ്റ്റിക്കേഴ്സ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. നമുക്കാദ്യം ഇതൊന്ന് കേൾക്കാം. ഓക്കെ. അത് പോകാം. ഷൂ പൈപ്പർ തുണി വീമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഈ തുണിമ ഇട്ടൊന്ന് മറിക്കുന്നുണ്ട് കേട്ടോ. ഈ മഷൊക്കെ പോകാനൊക്കെ തോന്നുന്നില്ല. ഇനി ഇതിന്മേ ഇട്ടാണ്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്ര അപ്പോൾ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ സ്റ്റിക്കേഴ്സൊക്കെ പറിച്ചെടുക്കുന്നത് ആവശ്യം. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഇതിന് പറിച്ചെടുക്കാൻ കാരണം
ഇത് വേറൊട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, നോക്കാം. എനിക്ക് എൻ്റെ മനസ്സ് എപ്പോഴും ഞാൻ എപ്പോഴൊക്കെ റീൽസ് ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ പറിച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് പറിച്ചെടുത്ത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഓർഗനൈസൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടോ. എനിക്കൊരു സ്വർണ്ണം മറ്റേ പോലെ ആയിട്ടുണ്ട്. എന്താ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി. ബൈ ബൈ. ഷോ.